ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13-19 തിരുവചനങ്ങൾ. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. നിസ്സാരമായിട്ടുള്ള ഒരു ജോലിയല്ല. പിതാവിനാൽ അയക്കപ്പെട്ട അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി ലോകാവസാനം വരെയും തിരുസഭ നിലനിൽക്കുന്നതിനായി തൻ്റെ ശിഷ്യഗണത്തിന് അവിടുന്ന് ചുമതലയേൽപ്പിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് ആ 12 ഗോത്രങ്ങളെ നിലനിർത്തുന്ന വിധത്തിലുള്ള 12 അപ്പോസ്തലന്മാരുടെ എണ്ണം. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, തന്നോടൊപ്പമായിരിക്കുന്നതിനും തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനും വേണ്ടി അവിടുന്ന് ശിഷ്യരെ തിരഞ്ഞെടുത്തു. നമ്മളും ഈ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ്. ആകയാൽ നമ്മുടെ ദൗത്യവും ചീഞ്ഞു നാറുന്ന മാലിന്യ ജലത്തിലൂടെ പരിശുദ്ധാത്മാവുന്ന തെളിനീരിറങ്ങി ആ ജലത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കിക്കളഞ്ഞ് ശുദ്ധജലമായി ആ നദി ഒഴുകുന്ന മേഖലകളിലൂടെ ഒക്കെ വൃക്ഷങ്ങൾ തഴച്ച് വളരുന്നതിനും നല്ല മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നതിനും വേണ്ടി ഇപ്രകാരം പരിശുദ്ധാരൂപൽ നിറയപ്പെട്ടുകൊണ്ട് സുവിശേഷ ദൗത്യം തുടരാം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.